നമസ്കാരം, ഞാൻ ആയുഷ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ പച്ചക്കറി ചെടികൾ കൃഷി ചെയ്യുമ്പോൾ അതിന് മികച്ച വളർച്ചയും അതേപോലെ മികച്ച വിളവൊക്കെ കിട്ടുവാൻ സഹായിക്കുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻറ്റിനെ പറ്റിയാണ്. നമ്മളുടെ ഇതേ ചാനലിൽ കൂടെ തന്നെ നമ്മൾ ഒരുപാട് കമ്പനികളുടെ മൈക്രോ ന്യൂട്രിയൻറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ലിക്വിഡ് രൂപത്തിലുള്ളൊരു മൈക്രോ ന്യൂട്രിയൻ്റാണ് ഇത്തവണ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് ഫെറോമോൺസ് എന്ന കമ്പനിയുടെ മൈക്രോ ന്യൂട്രിയൻറ്റ് ബൂസ്റ്റർ ലിക്വിഡ്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതളവിലാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കാം. നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇവ കൃഷിയുടെ എല്ലാ സ്റ്റേജിലും നമ്മൾ നൽകാറുണ്ട്. ഈ 3 ഐറ്റത്തിനോടെ ചേർത്ത് നമ്മൾ പൊതുവെ NPK എന്നാണ് പറയാറുള്ളത്. NPK വളങ്ങൾ കൃഷിയുടെ ഓരോ സ്റ്റേജിലും ആവശ്യമാണ്. അടിവളമായിട്ട് നൽകേണ്ടത് അനിവാര്യമാണ്. പല ആളുകൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടായിരിക്കും എന്താണ് NPK എന്നും അതേപോലെ NPK വളങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ NPK നൽകിയാൽ പോലും പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നൊരു വളർച്ചയോ അല്ലെങ്കിൽ ഒരു വിളവോ കൃഷിയിൽ നിന്ന് കിട്ടണമെന്നില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിനകത്ത് മൈക്രോ ന്യൂട്രിയൻ്റ് ആവശ്യമായ അളവിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റിനെ ആശ്രയിക്കേണ്ടി വരും. മൈക്രോ ന്യൂട്രിയൻ്റ് ഒരുപാട് കമ്പനികളുടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ക്വാർട്ടേഴ്സിൻ്റെ ബാക്കിലായിട്ട് കൃഷി ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ ന്യൂട്രിയൻ്റ് ഉപയോഗിക്കുന്ന ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. അപ്പോൾ പുള്ളി പറയുന്നത് സാധാരണ പൗഡർ രൂപത്തിലുള്ള ഉപയോഗിക്കുന്നതിനെക്കാളും മികച്ചൊരു റിസൾട്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് രൂപത്തിലാണ്. അതിപ്പം വളമാണെങ്കിലും ലിക്വിഡ് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾക്കത് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് എനിക്ക് പുള്ളി വാട്സപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടേക്കുള്ള പല ഷോപ്പുകളിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും കിട്ടാനില്ല. ഞാൻ 1-2 ഹോൾസെയിൽ കട ചോദിച്ചു, അവിടെയും കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോൾ ആമസോണിലുണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ അല്പം ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. 299 രൂപ വിലയുള്ളത് ഏതാണ്ട് 265-270 രൂപയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനതൊക്കെ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് വെച്ചത്. ഇതിനിവിടെ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ബൂസ്റ്റർ ലിക്വിഡ് എന്നാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച ഇലകളുണ്ടാവും, അതേപോലെ വിളവ് ഒരുപാട് കൂടുന്നതാണ്. പിന്നെ പൂക്കൾ, അതായത് നമുക്ക് നമ്മുടെ പൂച്ചെടികളും ഗാർഡനും അവിടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇതിന് കൂടുതൽ പൂക്കളുണ്ടാവും. അതേപോലെ ചെടികളുടെ വേരുകൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാകും. നമുക്കറിയാം പൊതുവെ ചെടികളുടെ വേരുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെടികൾക്ക് സാധാരണ മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളായിരിക്കും. അതുകൊണ്ട് തന്നെ വിളവൊക്കെ നല്ലത് കിട്ടാൻ അത് സഹായിക്കും. ഇനി ഫെറോമോൺസ് എന്ന ഈ കമ്പനിയുടെ മൈക്രോ ന്യൂട്രിയൻറ്റ് ബൂസ്റ്റർ ലിക്വിഡിനകത്ത് എന്തൊക്കെ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, ബോറോൺ, മോളിഡെനം എന്നിവയാണുള്ളത്. ഇനി ഇതിൻ്റെ ഉപയോഗ രീതി ഒന്ന് നോക്കാം നമുക്ക്. ഇത് നമ്മൾ ബോട്ടിൽ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കേണ്ടതാണ്, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. എങ്കിലാണ് മൈക്രോ ന്യൂട്രിയൻ്റ് ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത്. കാരണം ഇത് പാക്ക് ചെയ്തിട്ട് കുറേ ദിവസമായിട്ടല്ലേ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഓരോ തവണ ഉപയോഗിക്കുന്നതിന് മുമ്പ് ബോട്ടിൽ നന്നായിട്ട് കുലുക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 മില്ലി അല്ലെങ്കിൽ 3 മില്ലി എന്ന കണക്കിലാണ് നമ്മൾ ചേർത്ത് നേർപ്പിച്ചിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ചെറിയ ചെടികളാണെങ്കിൽ നമുക്ക് 2 മില്ലിയുടെ ആവശ്യമേ ഉള്ളൂ. അതല്ല അല്പം കൂടി വളർച്ചയെത്തി, അതായത് പൂവൊക്കെ ആകുന്നതിന് തൊട്ട് മുമ്പത്തെ ആ സ്റ്റേജ് തൊട്ട് നമുക്കൊരു 3 മില്ലി 1 ലിറ്റർ എന്ന കണക്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ സ്പ്രെയറാണിത്. ഇതിലേക്ക് ഞാൻ 3 മില്ലി, എൻ്റെ ഈ തീരെ ചെറിയ ചെടികളൊന്നുമില്ല, അത്യാവശ്യം സൈസായി തുടങ്ങിയ ചെടികളേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 മില്ലിയാണ് എടുക്കുന്നത്. 3 മില്ലി എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ സ്പ്രെയർ അടച്ചിട്ട് ഞാൻ ഒന്ന് പമ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചെടികളുടെ എല്ലാം ഇലകളിലും തണ്ടിലെല്ലാം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സ്പ്രേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ
അധികമുള്ളത് അതിൻ്റെ ചുവട്ടിലും ഒന്ന് സ്പ്രേ ചെയ്ത് മണ്ണ് ജസ്റ്റ് ഒന്ന് നനയുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലായിടും ഒന്ന് നനയുന്ന വിധത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പ്രേ ചെയ്യുമ്പം കഴിവതും അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അധികം വെയിലുള്ള സമയത്ത് സ്പ്രേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെയിൽ സമയത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പിടിച്ചു പോകും. അപ്പം നമുക്ക് ആ ചെടികൾക്ക് അതിനെ ആഗിരണം ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ അതിരാവിലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോന്യൂട്രിയൻ്റ് എല്ലാം ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെ പറയുന്നത് തന്നെ മൈക്രോന്യൂട്രിയൻ്റ് എന്നാണ്. അതായത് ചെറിയൊരളവിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും മൊത്തം ചെടിയെ ഈ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലായിടും ഒന്ന് ജസ്റ്റ് ഒരു നനവ് കിട്ടണം. പിന്നെ അധികമുള്ള ചുവട്ടിൽ നിന്നൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മേൽമണ്ണിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിളവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണ് തീരെ മോശമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 1.5 മാസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പയറൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒറ്റ തവണ സ്പ്രേ ചെയ്യുക. അതേപോലെ തക്കാളി അതിനൊക്കെ ഒറ്റ തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഈ പച്ചമുളക് ചെടിക്കൊക്കെ ഉണ്ടാകുന്ന മുരടിപ്പ് അതെല്ലാം മാറുന്നതാണ്. അതേപോലെ മികച്ചൊരു വിളവൊക്കെ കിട്ടുന്നതാണ്, ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ ഞാനിത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് തൊട്ട് തന്നെ ഞാൻ നന്നായിട്ട് മണ്ണൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് അടിവളമെല്ലാം കൊടുത്തിട്ടാണ് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടായിരുന്നു. അതിനൊപ്പം ഈ മൈക്രോന്യൂട്രിയൻ്റ് കൂടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു റിസൾട്ടും നല്ലൊരു വിളവും കിട്ടിയതാണ്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലേക്ക് അന്വേഷിക്കുക ഈ പ്രോഡക്റ്റ് കിട്ടുമോ എന്ന്. ഇത് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം. 1.5 വർഷത്തോളം നമ്മളൊരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉപയോഗിക്കാനുണ്ട്. ചെറിയ അളവിൽ മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് 45 ദിവസം കൂടുമ്പം ഒരിക്കലേ, അല്ലെങ്കിൽ 60 ദിവസം ആ വിളവിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ നട്ടിരിക്കുന്ന ചെടിക്കനുസരിച്ച്. ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 245 തൊട്ട് 275 രൂപ വരെയാണ്. ഇതിൻ്റെ MRP 299 ആണെങ്കിലും നമുക്ക് ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് ഓരോ ഓഫർ കാണും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ അന്വേഷിക്കുക ഇത് കിട്ടുന്നുണ്ടോയെന്ന്. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ച ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതുവഴി നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.